അംഗങ്ങൾക്കായി പ്രതിമാസം സർക്കാർ ചെലവാക്കുന്നത് 1/2 കോടിയിലധികം രൂപയെന്ന് കണക്കുകൾ. 16 അംഗങ്ങൾക്കായി പ്രതിമാസ ചെലവ് 58 ലക്ഷം രൂപ. ചെയർമാൻ മാത്രം ശമ്പളമായി കൈപ്പറ്റുന്നത് 3.5 ലക്ഷത്തിലധികം രൂപയാണ്. LDF സർക്കാരിന്റെ കാലത്താണ് ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്. സരീഷ് PK വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, കോടികളാണ് ശമ്പളത്തിന് വേണ്ടി നൽകുന്നത്, PSC ചെയർമാൻ അടക്കം. പക്ഷേ ക്രമക്കേടുകൾ അപ്പോഴും തുടരുന്നുണ്ട്, പലതിനും ഉത്തരവുമില്ല, ശമ്പളം കൂട്ടുന്നുമുണ്ട്. PSCക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നു. PSC അംഗങ്ങളും അതോടൊപ്പം തന്നെ ചെയർമാനും ഒക്കെ എന്തിനാണ്? കാരണം ഒരു വർഷത്തിൽ പലപ്പോഴും നിയമനങ്ങൾ പോലും നടക്കാത്ത സാഹചര്യമുണ്ട്, കൃത്യമായി പരീക്ഷ നടത്താനാവാത്ത സാഹചര്യങ്ങൾ. അങ്ങനെ PSCക്കെതിരെ വലിയ ക്രമക്കേടുകളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ PSC അംഗങ്ങൾ എത്രത്തോളം വലിയ ശമ്പളമാണ് കൈപ്പറ്റുന്നത് എന്നതിൻ്റെ കണക്കുകൂടി പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ 2025 മുമ്പ് 2024 ഡിസംബർ വരെ അല്ലെങ്കിൽ ചെയർമാനും ഒപ്പം തന്നെ ഈ അംഗങ്ങളുമൊക്കെ അടിസ്ഥാന ശമ്പളമായി കൈപ്പറ്റിക്കൊണ്ടിരുന്നത് 72,000 രൂപ മാത്രമാണ്. അത് 1 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. പക്ഷേ 2025 ജനുവരി 1 മുതൽ 3 ഇരട്ടിയാണ് അവരുടെ ശമ്പളമായി ഉയർന്നത്. അതായത് 72-ൽ നിന്നും 2 ലക്ഷത്തിലേറെ രൂപയായി അവരുടെ ശമ്പളം ഉയരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ LDF സർക്കാരാണ് ആ 3 ഇരട്ടിയാക്കി ഉയർത്തിയത്. ഇത് പ്രകാരം ചെയർമാന് മാത്രം, അതായത് 1/1/2025 ശമ്പള പരിഷ്കരണ കണക്കുകൾ പ്രകാരം PSC ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 2,24,100 രൂപയാണ്. ആ 2,24,100 രൂപയ്ക്കൊപ്പം തന്നെ DA ഇനത്തിൽ 1,34,460 രൂപ കൂടി കിട്ടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം മാത്രം ഏതാണ്ട് 3.5 ലക്ഷത്തിന് മേലെ ചെയർമാന് മാത്രം ശമ്പളമായി വാങ്ങുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വീട്ടുവാടക അലവൻസായി 10,000 രൂപ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തമായൊരു വാഹനം കൂടി നൽകുന്നുണ്ട്. ഇനി ഏതാണ്ട് 3,68,560 രൂപയാണ് ഇദ്ദേഹം പ്രതിമാസം PSCയിൽ നിന്നും കൈപ്പറ്റുന്നത്. അതോടൊപ്പം തന്നെ PSC അംഗത്തിന്റെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 2,19,090 രൂപയാണ്. അതോടൊപ്പം തന്നെ ക്ഷാമബത്ത എന്ന രീതിയിൽ 1,31,454 രൂപ കൂടി ഇവർ കൈപ്പറ്റുന്നു. ഇവർക്കും വീട്ടുവാടക അലവൻസ് ഉണ്ട്. 10,000 രൂപയാണ് ഇവർക്ക് വീട്ടുവാടക അലവൻസായി നൽകുന്നത്. അതോടൊപ്പം തന്നെ വാഹന അലവൻസായി ചെയർമാന് ഔദ്യോഗികമായി വാഹനം നൽകുന്നുണ്ടെങ്കിലും അംഗങ്ങൾക്ക് അത്തരത്തിൽ വാഹനങ്ങൾ നൽകാറില്ല. അങ്ങനെ മാസത്തിൽ 5,000 രൂപ ഇവർക്കും വാഹന അലവൻസ് എന്ന രീതിയിൽ നൽകുന്നുണ്ട്. അങ്ങനെ ഒരംഗത്തിന് മാത്രം ചിലവ് എന്ന് പറയുന്നത് 3,65,444 രൂപയാണ്. ഇങ്ങനെ 16 പേരാണ്, അതായത് 15+1 15 അംഗങ്ങളും ഒരു ചെയർമാനും ഉൾപ്പെടെ 16 പേരാണുള്ളത്. ഇവർക്ക് വേണ്ടി മാത്രം 58 ലക്ഷത്തിലേറെ രൂപയാണ് പ്രതിമാസം സർക്കാർ ഖജനാവിൽ നിന്നും ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഇത്രത്തോളം പണം ചിലവഴിച്ചിട്ടും എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത്.